ഹലോ ഫ്രണ്ട്സ്. ഇന്ന് മുട്ട വെച്ച് തയ്യാറാക്കാവുന്ന ഒരു ഈസി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാമേ. അതിനുവേണ്ടി ഞാനൊരു 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഈ മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് ഒരു അരമുറി സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. രണ്ട് ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുരിങ്ങയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിടി മുരിങ്ങയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്തതിന് ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ഈ ഉപ്പ് പാകത്തിനാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇലക്കറികൾ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ ഓംലെറ്റ് തയ്യാറാക്കി കൊടുത്താൽ അവരിഷ്ടത്തോടെ കഴിക്കും. ഇപ്പോൾ ഈ മുട്ട നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാം. ചൂടായി കിടക്കുന്ന പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഓയിലൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യണം. അതിനുശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടക്കൂട്ട് അതിലേക്ക് ഒഴിക്കാവുന്നതാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മുട്ടയുടെയും മുരിങ്ങയിലയുടെയും മിശ്രിതം ഇതിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് അത് പൊങ്ങി വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു 1.5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പം ഒരു 2 മിനിറ്റ് ആകാറായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു വശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മൂടി വെക്കേണ്ടതില്ല. ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് കുക്ക് ചെയ്യാം. നല്ല ഫ്ലഫി ആയിട്ടുള്ള മുരിങ്ങയില ചേർത്ത ഓംലെറ്റാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഇതിപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ മുരിങ്ങയില ഓംലെറ്റ് മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് ഇത് വീട്ടിൽ തയ്യാറാക്കി കൊടുക്കുക. എന്നിട്ട് തീർച്ചയായും ഇത് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും ലൈക്കായും കമൻറ്റായും നൽകേണ്ടതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.